tell me about your fruit. Your favorite fruit. Only 3 sentences. Teacher, I will say. Very good, Manu. Very good. Tell me. My favorite fruit is mango. Then Manu's favorite fruit is mango. Tell me the 3 sentences. Mango is known as king of fruits. Mango is so tasty and healthy. Mango is so fleshy fruit. So I like this fruit very much. That's why it is so fleshy, very sweet, and this is king of fruits. Sit down. എന്റെ ടീച്ചറെ ഈ പിള്ളേരെ കൊണ്ട് ഞാൻ തോറ്റുട്ടോ. ഈ ജനറേഷനിലെ പിള്ളേർ എന്ത് പിള്ളേരാ, ഒറ്റെണ്ണത്തിന് പഠിക്കണമെന്നില്ലെന്നേ. ഒറ്റെണ്ണം പഠിക്കില്ലേ. പിള്ളേർക്ക് ഫുട്ബോൾ കളി എപ്പോഴും കളി എന്നുള്ള ചിന്തയുള്ളൂ. പഠിക്കണം ഒറ്റ എണ്ണം പഠിക്കുന്നില്ല. ടീച്ചർ ഏത് ക്ലാസ്സിലെ പിള്ളേരുടെ കാര്യം പറയണം? പൊതുവെ എല്ലാവരും. പക്ഷെ 6ാം ക്ലാസ്സിലെ മനു അങ്ങനെയല്ല കേട്ടോ ടീച്ചറെ. മനു പഠിക്കുമല്ലോ, നല്ല അച്ചടക്കമുള്ള കൊച്ചാ. അത് ശരിയാട്ടോ. മനു മാത്രണ്ട്. മനുവിന്റെ കാര്യം ശരിയാ. മനു മാത്രം ശരിയാ. എടാ, ആ ചേട്ടന്മാർ തന്ന പൊടിയുടെ കാര്യം ആരും അറിയരുതിട്ടാ. പിന്നെ ആ മനുല്ലേ, അവന് ഈ പൊടി എന്തായാലും നമുക്ക് കൊടുക്കണം. മനു, നീ വന്നോ? വാ, ചായ കുടിക്കാം. വേഗം പോയി ഫ്രഷ് ആയിട്ട് വാ. അമ്മേ, ചായ. എനിക്ക് പാല് വേണ്ട. എടാ, ബൂസ്റ്റ് ഇട്ടതാടാ കുഞ്ഞെ, ഇത് കുടിക്ക. ബൂസ്റ്റ് ഒക്കെ ഇട്ടത് അമ്മയുടെ ചക്കരയല്ലേ. ഇച്ചിരി പാല് കുടിക്കും. പറ, ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എന്നാന്ന് പറഞ്ഞു. കൊറേ പഠിക്കാനുണ്ട്. ഞാൻ ചായ കുടിച്ചു കഴിഞ്ഞാ പഠിക്കാനിരിക്കുവേ. പഠിക്കാനിരുന്നോ? അല്ല, അച്ഛൻ എന്നാ വരുന്നേ? അച്ഛനെന്ന് വിളിച്ചപ്പോ പറഞ്ഞത് അച്ഛന് 1 മാസത്തെ പണിയുണ്ടെന്നാ. 1 മാസം കഴിയുമ്പോ ആകും വരാൻ. അച്ഛനോട് എനിക്ക് കൊറേ കാര്യങ്ങൾ പറയാനുണ്ട്. അച്ഛൻ വരട്ടെ. അച്ഛന്റെ മോൻ. അമ്മയോടും കൂടെ പറയടാ ഒന്ന്. ഞാൻ പറയാം. അമ്മ എന്റെ ചക്കര അമ്മയല്ലേ. ഇപ്പൊ മനു വരും. സ്കൂളിൽ വരുന്ന സമയമായി 3 മണിയൊക്കെ. ഇന്നവനെ പൊക്കണം. ഇത്ര ദിവസം അവനെ കിട്ടിയില്ല. ഇന്നവനെ പൊക്കണം. മനു വന്നോ? അവൻ മൈൻഡ് ചെയ്യാണ്ട് പോവാണല്ലോടാ. ഇതാ പയ്യൻ വീണു വന്നോ. സാധനം അടിച്ചു കൊച്ചു. ആരെ പിന്നീട് തൂക്കടാ. മനു മൂന്ന് അവനിന്ന് തൂക്കണം. ശരി, അവൻ കൊറേ നാളായി നമ്മളിന്ന് ഒഴിവായി പോണം. അവനെ പിടിക്കണം. അവനെ പിടിച്ചേ ഒതുങ്ങൂ. എന്താ ഏട്ടന്മാർ, നിങ്ങൾ കൊറേ നേരം വിളിക്കണോ? എന്താ? ഇതെന്റെ അമ്മാവൻ ഫോറിൽ നല്ല ടേസ്റ്റിൽ നീ കഴിച്ചോ. നല്ല എനർജി എല്ലാം കിട്ടും. വീട്ടിലാരെയും കാണിക്കരുട്ടോ. എടാ, കൊറേ നാളായില്ലേ, ബോറടിക്കുന്നു. നമുക്ക് എവിടെയെങ്കിലും ടൂറ് പോയാലോ? സ്കൂളിൽ നിന്ന് ടൂർ ഓടുന്ന പറഞ്ഞു. നമുക്ക് അവരൊപ്പം പോയാലോ? യൂണിഫോം കിട്ടും. ആക്കെ ഞാൻ സെറ്റാക്കാം. ഇവിടെ കുറച്ച് ടീംസ് ഉണ്ട് നമുക്ക്. അത് സെറ്റ് ആയില്ലേ?
ചെറുക്കനെ കാണുന്നില്ലല്ലോ. നേരവും വൈകി. ഇവനിത് പതിവില്ലാത്തതാണല്ലോ. എവിടെ പോയി കിടക്കുന്നു ആവോ. പേടിയാവുന്നു. ഈ ഇടയായിട്ട് അവൻ എന്തോ മാറ്റമുണ്ട്. ആരോടാവുമ്പോൾ വിളിച്ചു ചോദിക്കണേ. മോനെ മനു, നീ എന്താ വൈകിയത്? എടാ മനു, നിന്ന് നീ പറഞ്ഞേ, നീ എന്താ താമസിച്ചേ? മോനെ മനു, മനു മോനെ നിക്കടാ. മോനെ മനു, മനു മനു വാതിൽ തുറക്ക. മനു വാതിൽ തുറക്ക. മനു വാതിൽ തുറന്നേ. That is Corolla, Gynoecium and Ricium. മനുവിന് എന്ത് പറ്റി? ലിസൺ ഹിയർ, ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. Each flower consists of mainly 4 parts. First one is, this is corolla and ricium. This one is gynoecium. മനുവിന് എന്താ പറ്റിയത്? കുറെ നാളായല്ലോ മനു ഇങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു ഉറക്കം തൂങ്ങിയിരിക്കണത്. എന്ത് പറ്റി മനു? ഷീറ്റ് തരാൻ പോവാണേ. അതിൽ നെദ, ഫർഹാൻ, മനു, എന്താ പറ്റിയേ? എന്താ പറ്റിയ മനുവിന്? മാർക്കും കുറവാണല്ലോ. എല്ലാവരും ആൻസർ ഷീറ്റ് ഒക്കെ കൊടുത്തോ? ഞാൻ ഇന്നലെ കൊടുത്തു. മാർക്കൊക്കെ കുറവാണല്ലോ പിള്ളേർക്ക്. പക്ഷെ മനുവിനാണ് ഒരുപാട് കുറവ്. മനുവിന് പ്രാവശ്യം നല്ല വീക്കാട്ടോ. എന്റെ വിഷയത്തിന് അവൻ തോറ്റു പോയിട്ടുണ്ട്. മനുവിന് എന്താ പറ്റിയ? ശരിയാ, എല്ലാത്തിനും മാർക്ക് കുറവാ. ജസ്റ്റ് ജയിച്ചിട്ടേ ഉള്ളൂ. അവന് ക്ലാസ്സിൽ ആക്റ്റീവ് കുറവല്ലേ? നല്ല എന്തോ ഒരു അശ്രദ്ധ, എന്തോ ഒരു ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് അവന്. എന്റെ സബ്ജക്റ്റിനും കുറവാ. എന്റെ സബ്ജക്റ്റിനും നേരത്തെ പോലെ അല്ല, വളരെ കുറവാ. പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് കുറവ്. എന്തോ ഒരു മാറ്റം ആ കുട്ടിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വരുമ്പോ നമുക്ക് പറയാം. മനു അയ്യോ അവരെന്നെ ചതിച്ചതാ. എന്നെ മരുന്ന് വിളിക്കമ്മേ. അമ്മേ ഒന്ന് വിളിക്കമ്മേ. അമ്മ എപ്പോഴാ എണീക്കുന്നേ? ഒന്ന് എണീക്കമ്മേ. പ്രതീക്ഷിച്ചില്ല അമ്മേ. ഒന്ന് എണീക്കമ്മേ പ്ലീസ്. ഒന്ന് എണീക്ക. മരുന്ന് ചോറ് വരുത്താം. അമ്മ അടിക്കുക പ്ലീസ് അമ്മേ. അമ്മ ഒന്ന് എണീക്കമ്മേ. ഈ കൈ കൊണ്ടൊന്ന് അടിക്കാമേ. ഒന്ന് ചോറ് വരുത്താമേ. അമ്മേ ഒന്ന് എണീക്കമ്മേ പ്ലീസ് അമ്മേ. ആ മനു, നീ വന്നോ? വിശേഷങ്ങളൊക്കെ ചോദിക്കട്ടെ.
ലഹരി എന്ന മാരക വിപത്ത് ഇന്നത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ ഭീഷണികളിലൊന്നാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം. മദ്യം, മയക്കുമരുന്ന്, മറ്റു ലഹരി പദാർത്ഥങ്ങൾ എന്നിവ മനുഷ്യജീവനെ പതുക്കെ കൊന്നുകൊണ്ടിരിക്കുന്ന വിഷങ്ങളാണ്. ലഹരിയുടെ പാതയിൽ സഞ്ചരിക്കുന്നവർ തങ്ങളെ തന്നെയും തങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ലഹരി മരുന്നിനോടുള്ള അടിമത്തം വ്യക്തിക്കും കുടുംബത്തിനും മാത്രമല്ല നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത്. സമൂഹത്തിൻ്റെ ആരോഗ്യവും സാമ്പത്തിക സാംസ്കാരിക സുസ്ഥിരതയും അത് നശിപ്പിക്കുന്നു. തുടക്കത്തിൽ രസത്തിനുപയോഗിക്കുന്ന ലഹരി മരുന്നുകൾ കവർന്നെടുക്കുന്നത് ജീവിതത്തിൻ്റെ സർവ്വവർണ്ണങ്ങളെയുമാണ്. ഇവ കിട്ടാൻ പിന്നെ എന്തും ചെയ്യും എന്ന അവസ്ഥയിലേക്ക് ഇതിനോടുള്ള ആസക്തി കൊണ്ടുചെന്നെത്തിക്കും. കൂട്ടുകാർ ഉപയോഗിക്കുന്നത് കണ്ടോ പ്രലോഭനങ്ങളിൽ വഴങ്ങിയോ ആണ് പലരും ലഹരി മരുന്ന് ഉപയോഗം തുടങ്ങുന്നത്. മാറി നടക്കാം നമുക്കീ മാരകമായ ശീലങ്ങളിൽ നിന്ന്. വേണ്ടെന്ന് വെക്കാം നമുക്കീ ശീലം വേണ്ടപ്പെട്ടവർക്കായി. മദ്യപാനവും പുകവലിയും ലഹരിയുമില്ലാത്ത ഒരു നല്ല നാളേക്കായി നമുക്ക് ഉയർത്തെഴുന്നേൽക്കാം. നന്ദി.